കൂളിമാട് കള്ളന്തോട് റോട്ടിലെ വൈത്തല വളവിൽ ടോറസ് അപകടത്തിൽപ്പെട്ടു. ഇറങ്ങി വരികയായിരുന്ന വാഹനം തെന്നി നീങ്ങിയാണ് അപകടമുണ്ടായത്. എസ് ആകൃതിയിലുള്ള വളവും കയറ്റവും ഒരുമിച്ച് വരുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. ബുധനാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. ലോറിയുടെ മുൻഭാഗത്തെ ഗ്ലാസ് അടക്കമുള്ള ഭാഗവും തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് റോഡിൽ ഏറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടെങ്കിലും നാട്ടുകാർ സന്നദ്ധ സേവനവുമായി രംഗത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. സമീപകാലത്തായി ഏറെ അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മൾ ഈ റോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും അപകട സാധ്യതയും വലിയൊരു അപകട സാധ്യത നമ്മുടെ മുമ്പിൽ എന്ന് വന്നുകൊണ്ടിരിക്കുക. കാരണം ഈ വളവ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ എപ്പം മണ്ണെടുക്കാൻ വന്നാലും പോലീസ് നിരന്തരമായി വന്നിട്ട് മണ്ണെടുക്കാനും സമ്മതിക്കില്ല. ഈ വളവൊന്ന് നേർത്താൻ വേണ്ടി പലപ്പോഴും നോക്കിയാൽ അതിനും പരാതിയാണ്. ഈ വളവ് നേർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോസ്റ്റിന് ഇടിച്ചു കയറുന്നതും അതുപോലെ തന്നെ വലിയൊരു അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കണമെങ്കിൽ ഈ തെറ്റുവിടുന്ന എടുത്ത് മാറ്റിയേ മതിയാവും. ഈ റോഡിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ലിപ്പാവുന്ന, എന്നാലോ ഏറ്റവും അപകടങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു വളവും കൂടിയാണ്. ഏത് വിധേനയും അപകടങ്ങൾ എപ്പോൾ വേനയും സംഭവിക്കാമെന്ന് ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതിന്റെ ഒരു പ്രയാസത്തിലാണ് നാട്ടുകാരും എല്ലാവരും ഇവിടെ ഉള്ളത്. ഇവിടെ കള്ളന്തോട് കൂളിമാട് റോഡിൽ വൈത്തല വളവില് ആക്സിഡന്റ് റോഡ് വർക്ക് കഴിഞ്ഞതിന് ശേഷം നിത്യ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 5-6 റോഡ് വർക്ക് പൂർത്തിയാക്കിയതിന് ശേഷം 5-6 പ്രാവശ്യം അപകടം ഉണ്ടായിട്ട് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആൾക്ക് കാര്യമായ പരിക്കൊന്നും പറ്റുന്നുള്ള ശരിയാണ്. ഈ കൊടും വളവില് ഇന്ന് ഒരു ടോറസ് വണ്ടി പെട്ടെന്ന് മഴ ചാറിയപ്പോൾ ബ്രേക്ക് കൂട്ടി അങ്ങനെ പെട്ടെന്ന് ചവിട്ടി സ്ലിപ്പായി ഒരു ഇലക്ട്രിക് പോസ്റ്റും സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു പോസ്റ്റും കൂടി ഇടിച്ച് തകർത്തുണ്ട്.